ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു നാനോ സെറാമിക് റൂഫിംഗ് തന്നെയാണ്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേറെ ഇല്ല. ക്ലേ ടൈൽസിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30% കുറവായിരിക്കും. നിങ്ങൾ വെള്ളത്തിൽ 2 ദിവസം എടുത്ത് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്താലും ഈ വെയിറ്റ് തന്നെയായിരിക്കും. ശരിക്കും ചേട്ടൻ ഹാപ്പിയാണോ അതിനകത്ത്? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരം കമൻസിലൂടെ മറ്റൊക്കെ ചോദിക്കുന്ന ഒരു സംഗതിയാണ് ഏറ്റവും നല്ലൊരു റൂഫിംഗ് ടൈലിനെ പരിചയപ്പെടുത്താമെന്നുള്ളത്. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ നാനോ സെറാമിക് റൂഫിംഗ് ടൈൽ ഉപയോഗിച്ചിട്ട് റൂഫ് ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ മുന്നിലാണ്. 2 വർഷമായിട്ടോ ഈ ഒരു വീട് ചെയ്തിട്ട്. നമ്മളൊരു റൂഫ് ടൈൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ വെയിറ്റാണ്. മറ്റൊന്ന് നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് 2 കാലാവസ്ഥയാണ് വരുന്നത്, ഒരു സമ്മറും ഒരു വിൻ്ററും. ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് ടൈലുകളിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തും. അതുപോലെ തന്നെയാണ് പായൽ പിടിക്കുക, പൂപ്പൽ പിടിക്കുക. ഇനി വേനൽക്കാലത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ നിറമൊക്കെ മങ്ങി വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഇനി മറ്റൊന്നാണ് മൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഇത് ഇളക്കിയെടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ റൂഫ് ടൈലിനെ ബാധിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എസ്തറ്റിക്സ്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാനോ സെറാമിക് റൂഫിംഗ് ടൈലിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് 2 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്, ഈ വീട്ടിൻ്റെ ഗൃഹനാഥൻ സുജിൻ. ചേട്ടാ, ആദ്യം തന്നെ പറയാനുള്ളത് വീട് രക്ഷയില്ല കേട്ടോ. അതായത് ഒരു വൈറ്റ് തീമിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? ഞാൻ വൈഫ് ഇത് വീട് വയ്ക്കുന്നതിന് മുമ്പിലെ ഒരു വർഷം കൊണ്ടുള്ള പ്ലാനിങ് ഉണ്ട്. ആണല്ലേ? അപ്പോൾ കളറിലും മറ്റുള്ള കാര്യത്തിൽ എല്ലാത്തിലും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ചേട്ടാ, ഇവിടെ എത്ര വർഷമായി ഈ വീട്? ഞങ്ങൾ ഈ ജൂലൈ 7-ാം തീയതി 2 വർഷമായി. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു നാനോ സെറാമിക് റൂഫിംഗ് തന്നെയാണ്. ആ വൈറ്റിൽ ആ ഒരു ഗ്രേ ഷെയ്ഡ് വന്നപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത്? ഞങ്ങൾക്ക് ഒരു റൂഫ് ടൈപ്പ് വേണമെന്നായിരുന്നു. ഓക്കെ. ഒരു കൊളോണിക്കൽ സ്റ്റൈല് ഉള്ള ഒരു വീടാണ് ഞങ്ങൾ കൺസെപ്റ്റ്. അതേപോലെ ഞങ്ങൾ പണിതതും. അപ്പോൾ റൂഫ് നോക്കിയപ്പോഴേ ഞങ്ങൾ ചരിച്ച് വാർക്കാമെന്നായിരുന്നു. അതെ. പക്ഷേ അത് പിന്നെ നമ്മൾ കോസ്റ്റ് വൈസ് ഒക്കെ നോക്കിയിട്ട് ടൈലിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നാനോ സെറാമിക് വെയിറ്റ്ലെസ് ആണ്. അതൊരു മെയിൻ ഘടകമാണ്. വെയിറ്റ്ലെസ്. പിന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്, ചൂസ് ചെയ്യാം. പിന്നെ കോസ്റ്റ് വൈസും നമുക്ക് ബെറ്റർ ആണ്. നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ചിട്ട്, ഇപ്പോൾ ചേട്ടനെ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോഴും ആ ഒരു വിശ്വാസത കീപ്പ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും ചേട്ടൻ ഹാപ്പിയാണോ അതിനകത്ത്? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫാമിലിയായിട്ട് പുറത്തായിരുന്നു. അപ്പോൾ വീട് വെച്ചതിന് ശേഷം ഫാമിലി ഇവിടെ സെറ്റിലായി. അപ്പോൾ ഞങ്ങൾ പുറത്തായപ്പോഴും നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതിനൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. 1 വർഷത്തിന് മുമ്പ് നമ്മൾ അതിനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ കളർ മുതൽ റൂഫിംഗ് എല്ലാം ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ? ഇത് 2000 ഉണ്ടായിരുന്നു. 3 BHK ആണോ? 3 BHK. എന്തായാലും അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഫ്രഷ് ഫീലൊക്കെ, ശരിക്കും ഒരു ഹോം ടൂർ ചെയ്യാനുള്ള ഒരു വീടാണ്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ നാനോ സെറാമിക് റൂഫിംഗ് ടൈല്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് നോക്കാം. എൻ്റെ കൂടെ ഉള്ളത് ഈ നാനോ സെറാമിക് റൂഫിങ്ങിൻ്റെ ടെക്നിക്കൽ ഹെഡാണ്. പേര് ജിനിലാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിനകത്ത്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ റിവ്യൂസൊക്കെ കണ്ടു. 2 വർഷമായിട്ട് പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് വരാം. എന്താണ് നാനോ സെറാമിക് റൂഫിംഗ്? അതായത് നാനോ സെറാമിക് റൂഫിംഗ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റൂഫിംഗ് ടൈൽസ്. ഓക്കെ. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേറെ ഇല്ല. ഇത് എത്രയാണ് ഒരു പ്രോഡക്റ്റ്? 580 ഗ്രാമേ ഉള്ളൂ. ഒരു സ്ക്വയർ ഫീറ്റ് ആഫ്റ്റർ ലേയിങ്ങിൽ 1 സ്ക്വയർ ഫീറ്റ് കിട്ടും. ടൈൽ 1 സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട്. ബാക്കി ലേ ചെയ്യുമ്പോൾ കവറായി. ഓക്കെ, ശരി. ഇത് നമ്മൾ പർലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന സിസ്റ്റമാണ്. മാത്രമല്ല അതിന് 2 ഇന്റർലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ പറയുന്ന ലെഗ് നമ്മൾ ഈ കാണുന്ന സ്ലോട്ടിലേക്ക് ലോക്കായി പോവാണ്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരി.
സ്ക്രൂ കൂടാതെ ഈ രീതിയിലാണ് നമ്മൾ ഇത് ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മൃഗങ്ങളുടെ ആക്കുന്ന പെട്ടെന്ന് നമ്മൾ ഈ സാധാരണ ഇതിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം കുരങ്ങന്മാരുണ്ട്, മയിലുണ്ട്. മയിലൊക്കെ ഇരുന്നിട്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ സാധാരണ ക്ലേ ടൈൽസ് ആണെങ്കിൽ അതങ്ങ് മാറിപ്പോകും. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വെയിറ്റിലാണ് ഇറങ്ങുന്നതും അതേപോലെ അവിടുന്ന് അത് പറന്നു ഉയരുമ്പോൾ അതുപോലെ തന്നെയാണ്. അത്രയും ആ ഒരു വെയിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടാണ് പറന്നു പോകുന്നത്. അതെ. അതുപോലെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് റൂഫിംഗ് ടൈൽസിന് നമ്മൾ ഒരു ക്ലേ മോഡൽ റൂഫിംഗ് ടൈൽസിലേക്ക് പോയി കഴിഞ്ഞാൽ 3 കിലോ 3.5 കിലോ ഒക്കെ വെയിറ്റ് വരും. അതിന്റെ സ്ഥാനത്ത് നമ്മൾ 580 ഗ്രാമിലേക്ക് ഈ ടൈലിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ക്ലേ ടൈൽസിൽ വരുമ്പോൾ നമ്മൾ മഴക്കാലം വരുമ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ഈർപ്പം വലിക്കും. അപ്പോൾ അത് നമ്മുടെ ടൈൽസിലില്ല. ഇതിൽ തീർത്തും ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ വെള്ളത്തിൽ 2 ദിവസം ഇട്ടിട്ടെടുത്ത് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്താലും ഈ വെയിറ്റ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും വാട്ടർ അബ്സോർപ്ഷൻ ഇല്ല, 0%. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് പായല് പൂപ്പലൊന്നും വരാൻ സാധ്യതയില്ല. ഈർപ്പമുള്ളിടത്ത് പായല് പൂപ്പല് ഫംഗല് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ആന്റി ഫംഗലോ ഈ റൂഫ് ടോപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഒരു 2 മഴക്കാലം എന്തായാലും കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടിയതാണ്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് പായലൊന്നും വിസിബിൾ അല്ല. അതെ. പിന്നെ മാത്രമല്ല നമുക്ക് ഇടിമിന്നൽ ഇതിൻ്റെ അകത്തേക്ക് ഏക്കില്ല. ഡയറക്റ്റ് ഇടിമിന്നൽ വന്നാൽ പോലും നമുക്ക് ഇത് ബ്രേക്ക് ആയി പോകുന്ന സിറ്റുവേഷൻ ഇല്ല. ക്ലേ ടൈൽസ് ഒക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ചൂടിനെ കുറിച്ചാണ് ഇനി അടുത്ത മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതിന് മേളിൽ വരുന്ന ചൂട് താഴത്തേക്ക് അത്രയും കടത്തിവിടില്ല. ഈ ടൈലിന് ഇവിടെ തന്നെ നമുക്ക് നിൽക്കുമ്പോൾ ടോപ്പിൽ കൈവച്ച അത്യാവശ്യം ചൂടുണ്ട്, എന്നാൽ ചൂടില്ല, കുറവാണ്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, താരതമ്യേന കുറവാണ്. ക്ലേ ടൈൽസിനെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30% കുറവായിരിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്, ചൂട് കുറയുക എന്നുള്ളത്. നമ്മൾ ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഒരു ഇപ്പം നാനോ സെറാമിക് റൂഫാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റേജിലാണ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് പറയാമോ? നമുക്ക് 2 രീതിയിലാണ്. ഒന്ന് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് പ്ലാസ്റ്ററിങ്ങിനൊക്കെ മുമ്പേ ചെയ്യാൻ പറ്റും. അതിന് ശേഷമാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന മെയിൻ സ്ലാബ് റൂഫ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലും ചെയ്യാൻ പറ്റും. ഇനി ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. കാര്യം ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഒരു തെർമോക്കോള് കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. അത്രയ്ക്കും വെയിറ്റ് കുറവാണ് ഈ ഒരു സാധനം. അപ്പോൾ ശക്തമായിട്ടുള്ള കാറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് പാറിപ്പോകില്ല. സാധാരണ ഈ സോളാർ പാനൽ വരെ ഇളകി പോലുണ്ട് ശക്തമായ കാറ്റിലൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക? നമ്മൾ ടൈലിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റർലോക്കിംഗ് സിസ്റ്റമാണ്. ഒരു ടൈല് മാത്രമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ആ ലൈനിൽ ഇടയിൽ നിന്നൊരു ടൈൽ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ലൈനിൽ ടോപ്പിൽ പോയിട്ട് റിഡ്ജസ് ഊരി മാറ്റിയിട്ട് അവിടെ നിന്ന് വേണം ടൈല് ഊരി എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ലോക്കിംഗ് സിസ്റ്റമാണ് ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് 2 സ്ക്രൂസ് ഉണ്ട്. അത് സെൽഫ് ത്രെഡ് സ്ക്രൂസ് ആണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് സെൽഫായിട്ട് ത്രെഡ് ചെയ്തിട്ടാണ് സ്ക്രൂ ആവുന്നത്. അതുപോലെ തന്നെ നമ്മളത് റിമൂവ് ചെയ്യണമെങ്കിൽ അതുപോലെ ഡ്രില്ല് ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 150 km/h കാറ്റ് വീശിയാലും നമ്മുടെ ടൈലിനെ അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ വാറണ്ടിയിലേക്ക് നമുക്ക് വരാം. ഇതിന് കമ്പനി എത്ര വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്? കമ്പനി 10 years ആണ് വാറണ്ടി കൊടുക്കുന്നത്. പക്ഷേ കമ്പനി ഇതൊരു ലൈഫ് ലോങ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇതിൽ നിന്ന് വേറെ ഒരു രീതിയിലും ഒന്നും സംഭവിക്കാനായിട്ടില്ല. ഒരു കളർ ഫേഡിങ്ങോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ ഒന്നും സംഭവിക്കാനായിട്ടില്ല. കാരണം ഇത് കോമൺ ടൈല് വരുന്നത് ഒരേ കളറിലാണ്. ഇത് കട്ട് ചെയ്തിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതേ സെയിം കളറായി. നമുക്ക് എത്ര കളേഴ്സ് അവൈലബിൾ ആണ്? ഇപ്പം നമുക്ക് 6 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിത് കസ്റ്റമൈസേഷൻ ഉണ്ടോ കളർ? അതെ, ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലയന്റ് പറയുന്ന ഒരു കളറിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജസ് ആണ്. അത്യാവശ്യം മിനിമം ഒരു 3000 സ്ക്വയർ ഫീറ്റ് എങ്കിലും നമുക്ക് വേണ്ടി വരും അല്ലേ? ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ ഒരു റേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതിൻ്റെ റേറ്റ് ചോദിച്ച സമയത്ത് നേരത്തെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ പലപ്പോഴും ആ പഴയ റേറ്റ് വെച്ചിട്ട് കസ്റ്റമർ ഇങ്ങനെ അല്ലേ അത് കണ്ടിട്ട് ചോദിക്കും. 5 വർഷം മുമ്പുള്ള വീഡിയോ മുതലുണ്ട്. ഓക്കെ, അപ്പോൾ ആ റേറ്റിൽ നിന്ന് കുറച്ച് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കമ്പനിയുടെ കോൾ സെന്റർ എനി ടൈം ഉണ്ട്, ഡേ ടൈമിൽ. അപ്പോൾ സൺഡേ ഒഴികെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വിളിക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഏത് മോഡലാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ നിന്ന് നിങ്ങൾക്ക്
കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു റേറ്റ് ഇതിനകത്ത് പറയുന്നില്ല. കാര്യം അത് പലപ്പോഴും ഇവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്നത് പോലെ ജിനിൽ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് വിളിക്കാം, ഫുള്ള് ഡീറ്റെയിൽ അറിയാം, റേറ്റ് അറിയാം, സൈറ്റ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ നാനോ റൂഫിംഗ് സെറാമിക്സ് അവർ ഫ്രീ എഞ്ചിനീയറിംഗ് കൺസൾട്ടേഷൻ കൂടെ നൽകും കേട്ടോ. നിങ്ങളുടെ ഏതെങ്കിലും പ്രോജക്റ്റിലേക്ക് ഈ ഒരു റൂഫിംഗ് ടൈൽ യൂസ് ചെയ്യുവാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് വന്നിട്ട് കൺസൾട്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.